നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ജനുവരി 31 രാജ്യത്തെ ഉയർന്ന PF പെൻഷൻ പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കുറഞ്ഞ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന പെൻഷനർമാർക്കും നിർണായകമായ ഒരു ദിവസമാണ്. ഉയർന്ന പെൻഷന് വേണ്ടിയുള്ള അവരുടെ അപേക്ഷകൾ തൊഴിലുടമകൾ പ്രൊവിഡന്റ് ഫണ്ട് അധികാരികൾക്ക് കൈമാറേണ്ട അവസാന ദിവസം. ഈ ദിവസത്തിനകം കൈമാറിയിട്ടില്ല എങ്കിൽ ഉയർന്ന ശമ്പളത്തിന് ആനുപാതികമായ PF പെൻഷൻ അവർക്ക് ലഭിക്കില്ല. അതായത് ഹയർ ഓപ്ഷൻ പദ്ധതിയിൽ നിന്ന് അവർ പുറത്താകും, അവർ ഉൾപ്പെടാതെ പോകും. കാരണം അതിന് പരിഗണിക്കാൻ ആവശ്യമായ മാനേജ്മെന്റിന്റെ സമ്മതപത്രം, വേജ് ഡീറ്റെയിൽസ് ഉള്ള അവരുടെ അപേക്ഷകൾ അധികൃതർക്ക് മാനേജ്മെന്റുകൾ നൽകിയിട്ടില്ല. 3 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ ഉയർന്ന പെൻഷന് വേണ്ടി നൽകിയ ജോയിന്റ് ഓപ്ഷൻ അപേക്ഷകൾ രാജ്യത്തെ തൊഴിൽ ഉടമകളുടെ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുകയാണെന്നാണ് PIB പത്രക്കുറിപ്പിൽ പറയുന്നത്. ഉയർന്ന പെൻഷന് സമ്മതപത്രം നൽകാനുള്ള തൊഴിൽ ഉടമയുടെ വിമുഖതയാണ് ഇതിന് കാരണമത്രേ. ഈ കൂട്ടത്തിൽ, ഈ തൊഴിൽ ഉടമകളുടെ കൂട്ടത്തിൽ ചെറുകിട തൊഴിലുടമകൾ മാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇന്ത്യൻ എക്സ്പ്രസ്, ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പോലെയുള്ള ടെലിവിഷൻ മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള തൊഴിലുടമകൾ PF അധികൃതർക്ക് ഇത് സംബന്ധിച്ച് ഒരു മറുപടിയും നൽകുന്നില്ല എന്നുള്ളതാണ് വിചിത്രവും കൗതുകകരവുമായ കാര്യം. രാജ്യത്തെ മുഴുവൻ തെറ്റുകളെയും എതിർക്കുന്നവരാണല്ലോ അവർ. ഉയർന്ന പെൻഷന് സമ്മതപത്രം നൽകിയാൽ അത് തങ്ങൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തും എന്നതിനാലാണ് മാനേജ്മെന്റുകൾ ഈ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതായത് മൊത്തം അടിസ്ഥാന ശമ്പളവും DAയും കൂടി കൂട്ടിയുള്ള തുകയുടെ 12% വീതം തൊഴിലാളിയും തുല്യമായ തുക മാനേജ്മെന്റും ആണ് പെൻഷൻ PF ഫണ്ടിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ അത് 15,000 രൂപയുടെ 12% വീതം ഇരുകൂട്ടരും അടച്ചാൽ മതി. ഫുൾ പെൻഷൻ സ്കീമിലേക്ക് വന്നാൽ ജീവനക്കാർ, തൊഴിലാളികൾ മുഴുവൻ ശമ്പളത്തിന്റെ ബേസിക് പ്ലസ് DAയുടെ 12% തൊഴിലാളി മാത്രം കൊടുത്താൽ മതി. മാനേജ്മെന്റിന് ആ 12% കൊടുക്കേണ്ട, അതിൽ കൂടുതൽ കൊടുക്കേണ്ട ബാധ്യതയില്ല. പിന്നെ എങ്ങനെ സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ് ചോദ്യം. അടിസ്ഥാന ശമ്പളം കണക്കാക്കുന്നതിൽ നടത്തിയിട്ടുള്ള കൃത്രിമങ്ങളും തട്ടിപ്പും മറ്റും പുറത്തു വരാതിരിക്കാനാവണം മാനേജ്മെന്റുകൾ തൊഴിലാളികളുമായി ചേർന്നുള്ള സംയുക്ത അപേക്ഷകൾ PF അധികാരികൾക്ക് കൈമാറാത്തത് എന്നൊരു വാദം പറയുന്നുണ്ട്. അതേസമയം ഇങ്ങനെയൊരു നടപടിക്രമം അനാവശ്യമാണെന്നും പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന് ഇത്തരം വിവരങ്ങൾ തൊഴിൽ ഉടമകളുടെ പക്കൽ നിന്നും നിയമപരമായി തന്നെ ആവശ്യപ്പെടാനുള്ള അധികാരം ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഏത് തൊഴിൽ ഉടമയോടും ഇത് ആവശ്യപ്പെടാം. മാത്രമല്ല, ഇപ്പോൾ റിട്ടയർ ചെയ്ത ശേഷം ഹയർ പെൻഷന് വേണ്ടി പഴയ ശമ്പള കണക്കുകൾ സമർപ്പിക്കേണ്ടവരുണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? മാനേജ്മെന്റ് കൊടുത്തില്ലെങ്കിൽ അവർക്ക് കിട്ടാനേ പോകുന്നില്ല. അപ്പം ഇങ്ങനെ വരുമ്പോൾ പെൻഷൻ പദ്ധതി അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യത ആണ് കാണുന്നത്. ഉയർന്ന പെൻഷൻ പദ്ധതി അതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ ഇതെന്ന് ഒരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. 3 ലക്ഷത്തിൽ പരം ആളുകളെ ഈ ഉയർന്ന പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്തു നിർത്താനായാൽ അത് ഉണ്ടാക്കുന്നത് ചില്ലറ ലാഭമായിരിക്കില്ലല്ലോ. ജനുവരി 31 എന്ന അന്ത്യശാസനം സംബന്ധിച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തത വരുത്താൻ PF ഓർഗനൈസേഷൻ തയ്യാറായിട്ടില്ല. PFന്റെ മുന്നറിയിപ്പ് പ്രകാരം ജനുവരി 31 അവർ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഉയർന്ന PF പെൻഷൻ പുതിയ നിയമപ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഉയർന്ന പെൻഷൻ നിഷേധിക്കപ്പെടുന്നവർ നിയമ നടപടികളിലേക്ക് കടക്കും. അതോടെ ഇപ്പോഴേ കുഴഞ്ഞു കിടക്കുന്ന ഉയർന്ന പെൻഷൻ പദ്ധതി, ഹയർ ഓപ്ഷൻ
വീണ്ടും സങ്കീർണമാവും. കാത്തിരിക്കാം, എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നന്ദി.